നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുന്നു. ജൂലൈ 12-ന് മുൻപ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൈമാറി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തീയതി പ്രഖ്യാപിച്ചേക്കും. റോഷിപാലിന്റെ വിവരങ്ങളുമായി. റോഷിപാൽ, ഇപ്പോൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളാണുള്ളത് ഉള്ളത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റിപ്പോർട്ട് കൈമാറുമ്പോൾ എത്ര ദിവസത്തിനകം ഇതിന്മേലൊരു തീരുമാനമുണ്ടാകും? സ്മൃതി, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ജൂലൈ 12 വരെ സമയമുണ്ട്. അതിനിടയിൽ നടത്തിയാൽ മതി. അങ്ങനെയെങ്കിൽ ഈ മാസം മുതൽ ജൂൺ ആദ്യവാരം വരെയുള്ള സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ കഴിയും. ഏതായാലും ഉപതെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി കാണിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് പോയി കഴിഞ്ഞു. BLA-മാരുടെ പരിശീലനം കഴിഞ്ഞു. അതിനു പുറമെ അന്തിമ വോട്ടർ പട്ടിക കഴിഞ്ഞ മെയ് 5-ന് പ്രസിദ്ധീകരിച്ചു. നേരത്തെ ഈ മാസം അവസാന വാരം തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇടയിൽ അതിർത്തിയിൽ സംഘർഷാന്തരീക്ഷം ഉണ്ടായതോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വൈകിയത്. കാരണം ജമ്മു ആൻഡ് കാശ്മീരിൽ അടക്കം ഉള്ള മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഈ മണ്ഡലങ്ങളടക്കം 8 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെയ് 5-ന് ഈ 8 മണ്ഡലങ്ങളിലെയും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുഴുവൻ മുന്നൊരുക്കങ്ങളും പൂർത്തിയായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അതിർത്തിയിലെ സംഘർഷാവസ്ഥ ഇപ്പോൾ അയഞ്ഞ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്.